ടീച്ചറെ പയറ് മൂത്ത് നിപ്പുണ്ട്. പറിക്കാൻ തുടങ്ങി കഴിഞ്ഞു. ഇതിന് നിന്നാണ്ടല്ലോ കല്ലിച്ച് പോവും. നാടൻ പയറായതുകൊണ്ട് കല്ലിച്ച് പോവും. ടീച്ചറിന് എത്തുകയില്ലാത്തടത്തതൊക്കെ അവിടെ നിൽക്കും. ടീച്ചർ അത് കാണത്തില്ല. ബോൾസ് ഞാൻ ആ ബോൾസ് ഒന്ന് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചാ വന്നേ. പ്ലാവ് പോയിടത്തേ ബോൾസ് ഉണ്ടായിട്ടുണ്ട്. നല്ല നല്ല കളറല്ലേ? മൂത്തില്ല. ഇതേ ഇവിടെയൊക്കെ പയറ് മൂത്തതും കിടക്കുന്നുണ്ട് കേട്ടോ. പ്ലാവ് പോയിടത്ത് ഇപ്പൊ പയറായി. ഞാനവിടെ ജനലേ കൊണ്ടുവച്ചു. അവിയലിനുള്ള സാധനമൊന്നും ഞാൻ മേടിച്ചില്ല. നമ്മുടെ പ്ലാവ് പോയിടത്തേ നല്ല ബോൾസിൻ്റെ അരി കൊണ്ട് ടീച്ചർ പാകിയതാണ്. നിറയെ പൂത്ത് നിൽക്കുന്നു, ഭയങ്കര ഭംഗി. അപ്പോൾ അതൊന്ന് വീഡിയോയിൽ കാണിക്കാമെന്ന് ഓർത്ത് ഇറങ്ങിയതാണ് നമ്മൾ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ടൗണിന് പോകണം. എനിക്ക് ഹോസ്പിറ്റലിലൊന്ന് പോകണം. അപ്പം ആ സമയത്തിന് മുന്നേ പോകുന്നതിന് മുന്നേ ജോജിക്കുള്ള സ്നാക്സ് ഉണ്ടാക്കി വെച്ചിട്ട് വേണം പോവാൻ. അവന് വരുമ്പോഴേ എന്തെങ്കിലും കഴിക്കാൻ വേണം, ഇല്ലെങ്കിൽ അവൻ വയലൻ്റ് ആവും. അപ്പം എളുപ്പമുള്ള എന്തെങ്കിലും സാധനം ഉണ്ടാക്കി വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ റെഡിയായിട്ട് നിൽക്കുക. അപ്പം ബോൾസ് കൊള്ളാലോ. അപ്പം നമുക്ക് പോയിട്ട് എന്നാ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ 2 ഏത്തപ്പഴം ഇരിപ്പുണ്ട്. നാടൻ ഏത്തപ്പഴം കിട്ടിയതിരിപ്പുണ്ട്. 2 ഏത്തപ്പഴവും ഇച്ചിരി തേങ്ങായും ഇച്ചിരി ശർക്കരയൊക്കെ ചേർത്തിട്ട് ഒരു ബനാന റോസ്റ്റ് ഉണ്ടാക്കാം. അവനത് ഭയങ്കര ഇഷ്ടമാണ്. ഇച്ചിരി നെയ്യൊക്കെ ചേർത്തുണ്ടാക്കുമ്പം ഭയങ്കര ടേസ്റ്റാണ്. അപ്പം അതുണ്ടാക്കാം. അപ്പം നമുക്ക് കുക്ക് ചെയ്താലോ? സ്റ്റൗവൊക്കെ കത്തിച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഭയങ്കര എളുപ്പമുള്ള സാധനമാണ്. അതുകൊണ്ട് തന്നെ അധികം സമയവും ആവശ്യമില്ല. അപ്പം എനിക്ക് പുറത്ത് പോകേണ്ടതുകൊണ്ട് ജോജി വരുമ്പോഴത്തേനും ജോജിക്ക് പിന്നെ എന്തെങ്കിലും സാധനം വൈകുന്നേരം വരുമ്പം എന്തെങ്കിലും കഴിക്കാനുണ്ടാകണം എന്നേ ഉള്ളൂ. ചോറും കറിയൊന്നും കഴിക്കുകയില്ല. എന്തെങ്കിലും ഒരു സ്നാക്സ് ഉണ്ടാകണം എന്നേ ഉള്ളൂ. ജെയ്സനൊക്കെ ആകുമ്പം മധുരമുള്ള സ്നാക്സ് വേണ്ട എന്നൊക്കെ ഉണ്ടായിരുന്നു. ജോജിക്ക് മധുരമുള്ളതായാലും മതി. അതുകൊണ്ട് നല്ലൊരു മധുരമുള്ള സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ അത് ഏത്തപ്പഴം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഏത്തപ്പഴം അങ്ങനെ പഴന്നുറുക്കോ ബനാന റോസ്റ്റ് അങ്ങനെയൊക്കെ പറയുന്ന സാധനം. ഇത് ജോജിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കും. വലിയ പണിയുള്ള സാധനമൊന്നുമല്ല. അപ്പം നമുക്ക് നോക്കാം. ഞാൻ പോകുന്നതുകൊണ്ട് എളുപ്പമുള്ളൊരു സാധനം ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് പണിയും തീരണം, എന്നാൽ അവനിഷ്ടമുള്ളൊരു സാധനമായിരിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഇതുണ്ടാക്കുന്നത്. നമുക്കൊരു തടിത്തവി എടുക്കാം. അപ്പം അതിന് നെയ്യുടെ പരസ്യം കാണിച്ചാൽ കുഴപ്പം. നെയ്യ് പരസ്യമൊന്നുമല്ല കേട്ടോ. പിള്ളേർക്കൊക്കെ ആകുമ്പോൾ നെയ്യൊക്കെ ചേർത്തുണ്ടാക്കിയാൽ കുഴപ്പമില്ല. അവർ ഓടുകയും ചാടുകയൊക്കെ ചെയ്യുമല്ലോ. അവന് 4 മണിക്ക് വരുമ്പം ട്യൂഷൻ തുടങ്ങുന്നതിന് മുന്നേ എന്തെങ്കിലും കനത്തിൽ കഴിക്കണം എന്നുള്ളതാണ് അവൻ വരുമ്പോഴത്തെ ഡിമാൻഡ്. മിക്ക ദിവസം ചിലപ്പോൾ ടീച്ചർ 4:30 ആകുമ്പോഴത്തേന് വരും. അപ്പോൾ അവൻ്റെ കഴിപ്പൊന്നും നടക്കത്തില്ല. ഇന്നിപ്പോൾ ചായ പോലും കുടിക്കാതെ കയറിയിട്ടുണ്ട്. തിരിച്ചിറങ്ങുമ്പോഴത്തേന് എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചില്ലെങ്കിൽ അവൻ നമ്മളെ പിടിച്ച് തിന്നും. അപ്പോൾ നമ്മുടെ പാൻ ചൂടായി. ഇത്രയും വലിയ പാനിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഞാൻ നോക്കിയപ്പം കഴുകി നല്ല ഇതായിട്ടിരിക്കുന്ന ഒരു പാൻ എടുത്തു. ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു. ഒരുപാട് കനത്തിലൊന്നും അരിയണ്ട, എന്നാൽ തീരെ കനം കുറച്ചും അരിയണ്ട. ചെറുതായിട്ടൊന്ന് കടിക്കാനൊക്കെ കിട്ടുന്നത് നല്ലതാണ്. വട്ടത്തി അരിഞ്ഞരിഞ്ഞ് വെക്കുക. അപ്പം നമ്മുടെ നെയ്യ് നല്ലോണം മെൽറ്റായിട്ടുണ്ട്. അതിനകത്തോട്ട് ഏത്തപ്പഴം നമ്മൾ നുറുക്കി വെച്ചായിരുന്നു, അത് ചേർക്കാം. ഇതിനകത്ത് കിടന്നൊന്ന് നന്നായിട്ട് വഴണ്ട് വരണം. ഒന്ന് വെന്ത് വരണം. മേടിക്കുമ്പോൾ നാടൻ ഏത്തപ്പഴമാണെങ്കിൽ ഉണ്ടല്ലോ പെട്ടെന്ന് ഈ വഴണ്ടൊക്കെ വരുമ്പോൾ ഞെറഞ്ഞെറാന്ന് കടിക്കുകയല്ല, സോഫ്റ്റായിട്ട് കിടക്കും. അപ്പോൾ ഈ പഴം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിനകത്തോട്ട് ഒരു 3-4 ടേബിൾ സ്പൂൺ
ശർക്കര ചീകിയത് ചേർക്കുവാണേ. ചീകിയതായതുകൊണ്ട് പെട്ടെന്ന് അലുത്ത് കിട്ടും. ശർക്കര കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് നമ്മൾ ഈ പായസത്തിനൊക്കെ ചേർക്കുന്ന പോലെ ഉരുക്കി ചേർത്താലും നല്ലതാണ്. ഇങ്ങനെ ചേർത്താലും ശർക്കര പെട്ടെന്ന് ഉരുകിക്കോളും. ഇപ്പം തന്നെ ശർക്കര ഉരുക്കി. അപ്പോൾ ഇതിനകത്തോട്ട് വെള്ളമയം വരാനായിട്ട് കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുമ്പം ഇതൊരു ലൂസായിട്ട് വരും. ഒരു 3-4 സ്പൂൺ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തു. ഇനി ഇതിനകത്ത് കിടന്ന് ഇതൊന്ന് വഴണ്ട് കഴിയുമ്പം നമ്മൾ തേങ്ങ ചേർക്കും. എനിക്ക് ഈ ഏത്തപ്പഴമൊക്കെ ഉണ്ടല്ലോ ഓരോന്നായിട്ട് വിട്ട് കിടന്നില്ലെങ്കിൽ ഒരു സന്തോഷമില്ല. ഞാനിങ്ങനെ കുത്തി അത് വേറെയാക്കും. ഇതിനകത്തോട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടി വേണമെങ്കിൽ ചേർത്താൽ മതി. പിന്നെ ഇതിൻ്റെ കൂടെ ജീരകം ശകലം പൊടിച്ച് ചേർത്താൽ നല്ലതാണ്. എൻ്റെ കയ്യിൽ ഇപ്പം ജീരകം പൊടിച്ചതില്ല, അതുകൊണ്ട് ഏലക്കാപ്പൊടി മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. അപ്പം ആ ഏലക്കാപ്പൊടിയുടെ ഒരു ഫ്ലേവറൊക്കെ ചെല്ലുമ്പോൾ നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റും ഒക്കെ വരും. ഇപ്പം മധുരമുള്ള എല്ലാ സാധനം ചേർക്കുമ്പോഴും ഉണ്ടല്ലോ അതിന് ടേസ്റ്റ് കൂടാൻ ഒരു ശകലം ഉപ്പ് ചേർക്കുന്നത് നല്ലതാണ്. ഞാനൊരു 1 നുള്ള് ഉപ്പ് ചേർക്കും. ഒരു വെള്ളച്ചൊവയുള്ളത് പോയി കിട്ടും. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ശർക്കരയൊക്കെ നന്നായിട്ട് ഉരുകിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഒരു ബൗൾ, ഇതൊരു അരമുറി തേങ്ങയാണ്. അത് ഈ തേങ്ങയിലെ കറുത്ത ഭാഗം ഉണ്ടല്ലോ അതൊന്നും വീഴാത്ത പോലെ നന്നായിട്ട് ചിരണ്ടി വെള്ള കളറിൽ തന്നെ ഏകദേശം എടുത്തിട്ടുണ്ട്. അത് തേങ്ങ ഇട്ട് കൊടുക്കുക. ഈ തേങ്ങയും ഇതെല്ലാം കൂടെ കിടന്നിട്ട് നന്നായിട്ട് വഴണ്ട് വരും. ഇതിപ്പോൾ ഇത്രയും കുറച്ചുണ്ടാക്കുന്നത് എന്നാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. കാരണം ഇത് ജോജിക്ക് മാത്രം ഉള്ള സാധനമാണ്. ജേസൺ ഈ സാധനം കഴിക്കത്തില്ല. ജേസൺ മധുരം എന്ന് പറയുന്നൊരു സാധനം തോന്നിയാൽ കഴിക്കും. മധുരം ചിലപ്പം ജിലേബി കഴിച്ചുകൊണ്ട് എനിക്ക് മധുരം ഇഷ്ടമില്ലെന്ന് പറയുന്നത് കേൾക്കാം. പക്ഷേ ജോജിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഇതൊരു 2 മിനിറ്റ് നമുക്ക് കുറഞ്ഞ തീ കുറച്ച് വെച്ചിട്ട് ഒരടപ്പിട്ട് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് വയ്ക്കാം. അപ്പോഴേക്കും ഇത് നല്ല മെൽറ്റായി ശർക്കരയും ഇതെല്ലാം കൂടെ ഒന്നിച്ച് യോജിച്ച് ഇതൊരു ഏത്തക്കായ്ക്ക് ഒന്ന് കുഴഞ്ഞ പരുവം വരും. അപ്പോൾ ഇത് വാങ്ങിയെടുത്ത് ഒരു പ്ലേറ്റിലെടുത്ത് കഴിക്കുക. അപ്പോൾ മൂടി വെച്ചേക്കാം. ഇനി ഒരു 5 മിനിറ്റ് വേണ്ട, ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ നോക്കാം. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കിയാലോ? തുറന്ന് നോക്കാം. നന്നായിട്ട് വെന്തിട്ടൊക്കെ ഉണ്ട്. കുറച്ചും കൂടെ ശർക്കര ഇട്ടാലും കുഴപ്പമില്ല, പക്ഷേ ഓവർ മധുരമായാൽ കഴിക്കാൻ പറ്റില്ല. ഇതാകുമ്പോൾ നമുക്ക് വലിയ ചെകിടിപ്പില്ലാതെ കഴിക്കാം. ചെകിടിപ്പ് മീൻസ് എന്തുവാ? മത്ത് പിടിക്കാതെ. അപ്പോൾ നമ്മുടെ ഈസി സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിന് പഴം നുറുക്ക് അല്ലെ പഴം വിളയിച്ചത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ? ടേസ്റ്റ് ചെയ്ത് നോക്കാം ആദ്യം. നല്ല ടേസ്റ്റാണ്. എനിക്കിപ്പം പോകണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇത് മൊത്തം എടുത്ത് ഇവിടെ ഇരിക്കും. അവനൊന്ന് മാത്രം ഉണ്ടാക്കണ്ടായിരുന്നല്ലേ. ഉമ്മയുടെ ടേസ്റ്റ് നോക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാ പ്രാവശ്യവും ഉണ്ടാക്കുന്നതിനെയും എല്ലാവരും ഇങ്ങനെ പറയും ഭയങ്കര പഴുത്ത പഴമാണ് നല്ലത്, ഒരുവിധം പഴുത്ത പഴമാണെങ്കിൽ നല്ലോണം പെട്ടെന്ന് മെൽറ്റാവുന്നു. പക്ഷേ ഇതൊരു മീഡിയം പഴുപ്പുള്ളായിരുന്നു. നാടൻ പഴമായതുകൊണ്ടായിരിക്കും ആ മീഡിയം പഴുപ്പാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. സൂപ്പർ. അപ്പോൾ എല്ലാവരും ഇതൊന്നും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയായിരിക്കും, പക്ഷേ ഇതൊക്കെ ഉണ്ടാക്കി ഒന്ന് കഴിച്ച് നോക്കണം. ഇതിൻ്റെ ടേസ്റ്റ് എന്നാണെന്നോ, നെയ്യുടെ ടേസ്റ്റും ശർക്കരയുടെ ടേസ്റ്റും എല്ലാം കൂടെ കൂടിയിട്ട് ഭയങ്കര മധുരം. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ്.
ഇന്ന് ഞാനപ്പം അധികം സംസാരിച്ചില്ല. എൻ്റെ ക്രിയയിൽ ഇവിടെ വലിയൊരു കുരു വന്നിട്ട് പൊട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വർത്തമാനം പറയുമ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് അധികം സംസാരമൊന്നുമില്ലാതെ കാര്യത്തിലൂടെ വരുന്നത്. അപ്പം ഞാനിനി മരുന്നിന് പോകാനായിട്ട് റെഡി ആയിട്ട് ഇറങ്ങിക്കുക. അപ്പോൾ ഇതുണ്ടാക്കി വെച്ചിട്ട് പോവുകയാണെങ്കിൽ അവന് വരുമ്പം കഴിക്കാമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്കൊരു ലൈക്ക് തരണേ. ടാറ്റാ. സൂപ്പർ.